ബിഗ് ബോസ് മലയാളം സീസൺ 6 ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ നല്ല രീതിയിലല്ല എന്നതാണ് വാസ്തവം. മികച്ച ഗെയിമറാണ് ജാസ്മിനെങ്കിലും ഗബ്രിയുമായുള്ള അടുപ്പം വളരെ മോശം രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ഇന്നിതാ ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. കൺഫെഷൻ റൂമിൽ വിളിച്ച ജാസ്മിനോട് എങ്ങനെയുണ്ട് വീടെന്നാണ് ബിഗ് ബോസ് ചോദിച്ചത്. കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുന്നുമുണ്ട് ജാസ്മിൻ. ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ബിഗ് ബോസ് ചോദിച്ചു. ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്, പിന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരിത് കാണുമല്ലോ എന്നും ജാസ്മിൻ പറയുന്നു. ശേഷമാണ് ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണ്, സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് അറിയിക്കുന്നത്. ശേഷം കൺഫെഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റായാണ് കാണപ്പെട്ടത്. വാപ്പച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക, വെള്ളിയാഴ്ച ഓപ്പറേഷനാണ്, ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, അതാണ് സംസാരിച്ചത് എന്ന് ജാസ്മിൻ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. ഒപ്പം നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ ഗബ്രിയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. ജാസ്മിൻ എന്തൊക്കെയോ ടെൻഷൻ കൊണ്ട് ആകെ മൂഡൗട്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ഗബ്രിൻ ചോദിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല. ഗബ്രി ഇപ്പോൾ ഒരു ഓപ്പറേഷൻ പറയുമ്പോൾ പെട്ടെന്ന് എന്തോ പറ്റിയിട്ടാണ്, എനിക്ക് അറിയാൻ പാടില്ല, ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ശേഷം പൊട്ടി കരയുന്നുമുണ്ട് ജാസ്മിൻ. എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്കിവിടെ നിന്ന് പോകണമെന്നും ജാസ്മിൻ പറയുന്നു. ഗബ്രിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ കൂളാകുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്നാണ് മൈൻഡിൽ. എനിക്ക് ഇമോഷണൽ സപ്പോർട്ടാണ് നീ, അത് തെറ്റായിട്ടാകും പുറത്തു പോകുന്നത്. ഒരുപക്ഷെ എൻ്റെ ഓവർ ചിന്തയാകാം, നമുക്കിത് കുറയ്ക്കണം, ഞാൻ ക്വിറ്റ് ചെയ്യട്ടെ, എനിക്ക് ഇനി ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും നിയന്ത്രണം വിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. ശേഷം സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് വേണമെന്ന് ജാസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. എൻ്റെ സങ്കടം ആരോട് പറയണമെന്നറിയില്ലെന്നും ഞാനൊന്നും ചെയ്തില്ലെന്നും അത്തക്ക് ഞാൻ വരുന്നതും വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്കിവിടെ പറ്റുന്നില്ലെന്നും കോൺഫിഡൻസ് മൊത്തം പോകുന്നു എന്നും എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിരിക്കുകയാണെന്നും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ്, അത് പോയാൽ പിന്നെ ഞാനില്ല, അതെൻ്റെ കയ്യിൽ നിന്നും പോകരുത്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക, എനിക്ക് വീട്ടിൽ പോയാൽ മതി, ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല, എൻ്റെ എല്ലാം പോയി, വിശ്വാസം കോൺഫിഡൻസ് എല്ലാം പോയി, ധൈര്യമെല്ലാം പോയെന്നും ഗബ്രിയോട് ജാസ്മിൻ പറയുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നമ്മൾ തെറ്റായി ചെയ്തോ അതോ ഇവിടെ ഉള്ള മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്തതും തെറ്റാണെന്നാണ് ഗബ്രി പറയുന്നത്. അങ്ങനെ തോന്നുന്നവർക്ക് മാത്രം എനിക്കത് തെറ്റായി തോന്നുന്നില്ലെന്നും ഗബ്രി പറയുന്നുണ്ട്.